श्रीहरये नमः। नारायण अखिलगुरो भगवन्नमस्ते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി വിപ്രപത്നി അനുഗ്രഹം എന്നുള്ളതായ ഭഗവാന്റെ ലീല, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. 61ാമത്തെ ദശകമാണത്. വാസ്തവത്തില് കൃഷ്ണന്റെ ചെയ്തികൾ വെറും ബാലലീലകളാണ് എന്ന് വരികയും അതിന് ചില അർത്ഥപുഷ്ടികളുണ്ട്. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലീലകൾ മുഴുവൻ. ഗോപി വസ്തുതാപഹരണം നടത്തിയപ്പോൾ ആ ഗോപികമാരുടെ ശരീരാഭിമാനത്തെ വരെ കളഞ്ഞു. മാത്രമല്ല അവർക്ക് വാക്കുകൊടുത്തു, ക്ഷണദാഹ, രാത്രികൾ നിങ്ങൾക്ക് ഇതിന് മറുപടി തരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വാസ്തവത്തിൽ ഓരോ മൂല്യപാഠങ്ങളാണ് ഓരോ ലീലകളിലൂടെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ശത്രുക്കളായിട്ട് കുറെ രാക്ഷസന്മാരും രാക്ഷസിമാരും വന്നു. അവരെയൊക്കെ ശത്രുതാഭാവം പുലർത്തി തന്നെ ഭഗവാൻ അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇത്രയൊക്കെ ഒരു കുട്ടിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കുമെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ മുന്നേറ്റം. പെട്ടെന്നാണ് ഗോപസുഹൃത്തുക്കളൊക്കെ കൂടെ വന്ന് പറഞ്ഞത് എന്നാണ്. ഇതിൽ ഗോപസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞില്ല, ഭഗവാൻ തന്നെ വിശക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ നാരായണഭട്ടത്തിൽ. ഭാഗവതത്തിൽ പറഞ്ഞു, ഗോപന്മാരായ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ വലഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആ വിശപ്പ് തീർക്കാനുള്ള വഴി ചെയ്യണം എന്ന്. അപ്പൊ എന്ത് ചെയ്തു, ഉടനെ തന്നെ വിപ്രപത്നിമാരെയാണ് അത്രയും മനസ്സിലോർത്തത്. അതിലും ഒരു വിപ്രപത്നി ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവളാണ്. അവൾക്ക് മോക്ഷം കൊടുക്കണം എന്നാണ് ഭഗവാന്റെ ഉദ്ദേശം. അതിനോടൊപ്പം ആ വിപ്രപത്നികളെ മനസ്സിൽ ധ്യാനിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഗോപന്മാരോട് കുറച്ചകലെയായി അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ടതായ കുറെ ബ്രാഹ്മണരെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യാഗം എന്നെ തൃപ്തിപ്പെടുത്താനാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയിട്ട് രാമകൃഷ്ണന്മാർ അന്നം ചോദിക്കുന്നു എന്ന് അറിയിക്കൂ എന്നാണ് പറഞ്ഞയച്ചത്. ഗോപന്മാര് നേരെ ചെന്നു. ആ യാഗശാലയില് യാഗത്തിൽ വളരെ മനസ്സോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ നോക്കി പറഞ്ഞു, രാമകൃഷ്ണന്മാർ അധികം ദൂരെ അല്ലാതെ നിൽക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം തരണം എന്ന്. എന്നാൽ ശ്രുതിയിൽ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ളവര് കേട്ട ഭാവമേ നടിച്ചില്ല. തിരിച്ചു വന്നു ഗോപന്മാര് കൃഷ്ണന്റെ അടുത്ത് ഈ സംഭവം അറിയിച്ചു. ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ നേരെ അടുക്കളയിൽ ചെല്ലൂ, അവിടെയുള്ളതായ ആ വിപ്രപത്നിമാരുടെ അടുത്ത് ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട്, അന്നം ചോദിക്കുന്നു എന്നുള്ളത് അറിയിക്കാൻ പറഞ്ഞു. ഇവര് ചെന്ന് ശ്രീകൃഷ്ണന് അന്നം മുഴുവനാക്കുമ്പോഴേക്കും പരിഭ്രമം കൊണ്ടതായ ആ വിപ്രപത്നികള് ഭഗവാനെ കേട്ടുമാത്രം അവർക്ക് ഭഗവാന്റെ രൂപം മനസ്സിലുണ്ട്. അങ്ങനെയുള്ളവര് ചതുർവിധമായിട്ടുള്ള ഭക്ഷണങ്ങളെ കൊണ്ട് നേരെ വന്നു. വന്ന സമയത്ത് ഭഗവാന്റെ അഴകോലുന്ന മുഖം, ആ അഴകോലുന്ന രൂപം കണ്ടു. സന്തോഷത്തോടു കൂടി അവർ കൊടുത്ത ഭക്ഷണം ഭഗവാൻ കഴിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു, സ്വാഗതം നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ പോയി ഭർത്താക്കന്മാരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ധർമ്മരക്ഷയെ ചെയ്യൂ, ധർമ്മരക്ഷയും കൂടെ പറയണമെന്നുണ്ട് ഭഗവാന്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് അവർ വിസമ്മതിച്ചു. നിർബന്ധിച്ച് ഭഗവാൻ അവരെ പറഞ്ഞയച്ചു. എന്നാൽ ഇവരെല്ലാം വന്നതിന്റെ കൂട്ടത്തില് ഒരു വിപ്രപത്നിക്ക് ഭർത്താവ് കൈപിടിച്ച് നിർത്തി പറഞ്ഞു, നീ പോകരുതെന്നു. പോകരുത് എന്ന് പറഞ്ഞതായ വിപ്രപത്നി ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് പദം പൂകി എന്നുള്ളതാണ് കാര്യം. അപ്പൊ വാസ്തവത്തിൽ എന്താണ്, ഭക്തനെ തടഞ്ഞാലും ഭക്തി അവിടേക്ക് കുതിച്ചു ചൊല്ലും എന്ന് കാണിച്ചു തരാണ്. ഭക്തനെ എന്തെങ്കിലൊക്കെ തടസ്സം ഉണ്ടാക്കിയാലും ആ ഭക്തന്റെ അടുത്തേക്ക് ഭക്തി എത്തിച്ചേരും എന്നാണ്. എല്ലാ ധർമ്മങ്ങളും മനുഷ്യനെ നയിക്കുന്നത് കേവലമായ ആ പരമേശ്വരനിൽ എത്താനാണ്, ആ ഭഗവാനിൽ എത്തിക്കാനാണ് നമ്മളുടെ ധർമ്മമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ചിത് സത്യത്തെ ഉണരാൻ,
അതാരെങ്കിലും കൊതിച്ചാൽ അത് ബഹുമാന്യാർഹമാണ്, അത് തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് ആ വിപ്രപത്നിയുടെ മുക്തിയെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ സമർത്ഥിക്കുകയും ചെയ്തു. അത്ര മനോഹരമായ, എല്ലാവർക്കും ഉപദേശപ്രകാരമായ ആ വിപ്രപത്നി അനുഗ്രഹം എന്നുള്ളതായ ഭഗവത് ലീലയാണ് ഈ 61ാമത്തെ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ദശമത്തിലെ 23ാമത്തെ അധ്യായമാണ് ഇതിലെ പ്രതിപാദ്യം. വംശസ്ഥം എന്ന വൃത്തമാണ് അതിൽ ആദ്യം തന്നെ പറയണം. വസ്ത്രാപഹരണം, ഗോപി വസ്ത്രാപഹരണം നടത്തിയ ശേഷം ഗോപകുമാരിമാരെ അനുഗ്രഹിച്ചു. അപ്പോഴാണ് ഭഗവാന് തോന്നിയത്, ഇതുപോലെ തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന കുറെ വിപ്രപത്നിമാരുണ്ട്, അവരെയും കൂടെ അനുഗ്രഹിക്കണം എന്ന്. അതുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് നാരായണ ഭട്ടതിരി തുടങ്ങുന്നത് തന്നെ. നോക്കിക്കോളാട്ടോ. തതശ്ച വൃന്ദാവനതോതി ദൂരതോ വനം ഗതസ്ത്വം സഹ ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. ഹൃദന്തരേ അനുഗ്രഹ ആഗ്രഹം വഹൻ. കേട്ടോ, അനുഗ്രഹണ ആഗ്രഹം വഹൻ. ഹൃദയത്തിന്റെ ഉള്ളില് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തെ വഹിച്ചുകൊണ്ടാണ് പോയത് എന്നാണ് പറയുന്നത്. ഇനി ആദ്യം പദം പിരിക്കാം. തതഃ ശ വൃന്ദാവനതഃ അതിദൂരേ അതിദൂരതഃ വനം ഗതഃ ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. എന്തൊക്കെ പറഞ്ഞ? തതഹാച അതിനുശേഷം, ഏതിനു ശേഷം? ഗോപി വസ്ത്രാപഹരണം നടത്തി ആ ഗോപകുമാരിമാരെ അനുഗ്രഹിച്ചതിനു ശേഷം, ആ ലീല കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തു ഭഗവാൻ? ഭക്തതര ദ്വിജംഗന കദംബകാനുഗ്രഹണാഗ്രഹം എന്ന ഭക്തധരന്മാരായ, അതിഭക്തികൾ, അഭക്തിയുള്ളവരായ ദ്വിജാംഗന, ദ്വിജൻ ബ്രാഹ്മണൻ, ദ്വിജാംഗന ബ്രാഹ്മണപത്നി, ആ ബ്രാഹ്മണപത്നിമാരുടെ കദംബം കൂട്ടം, അങ്ങനെ ആ ബ്രാഹ്മണ സ്ത്രീകളുടെ അനുഗ്രഹണം, അനുഗ്രഹണം എന്ന ആഗ്രഹം, ആഗ്രഹത്തെ, അതായത് വിപ്രപത്നിമാരെ അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തെ എന്ത് ചെയ്തു? പുറത്തേക്കൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇനി അതിനാണ് കേട്ടോ പോണേ ഗോപന്മാരെ എന്ന് പറഞ്ഞില്ല. ഹൃദന്തരേവഹന് മനസ്സിൽ വന്നി. അത് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി എനിക്ക് ചെയ്യേണ്ട ദൗത്യം ആ ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കലാണ്. അതുകൊണ്ട് ബ്രാഹ്മണ പത്നിമാരെ അനുഗ്രഹിക്കണം എന്ന ആഗ്രഹത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ല, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്, ഹേ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് ഗോപ ഗോകുലൈഹി ഗോപന്മാരോടും ഗോകുലത്തിലുള്ളവരോടും കൂടി ചേർന്ന്, അതായത് ഗോപന്മാരെയും, ഗോകുലം എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞ പശുക്കള്, ഗോകുലം പൈക്കൂട്ടങ്ങള്, ഗോപന്മാരും പശുക്കുട്ടികളോടും കൂടി ചേർന്ന് വൃന്ദാവനതഃ ആ വൃന്ദാവനത്തിൽ നിന്നും അതിദൂരതഃ കുറെ അകലെ ആയിട്ടുള്ള വനം, ഒരു കാട്ടിലേക്ക്, ഗതഃ പോയി, ഖലു അല്ലോ അങ്ങ് പോയില്ലോ എന്ന്. വാസ്തവത്തിൽ എന്താ പറഞ്ഞ? അതിനുശേഷം അതിഭക്തകളായ കുറെ ബ്രാഹ്മണ സ്ത്രീകൾ ഉണ്ടെന്നും അവരെ അനുഗ്രഹിക്കണം എന്നുള്ളതായ ആഗ്രഹവും മനസ്സിൽ പേറിക്കൊണ്ട് ഗോപന്മാരോടൊപ്പം, ഗോക്കളോടൊപ്പം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് വൃന്ദാവനത്തിൽ നിന്നും വളരെ ദൂരമുള്ളതായ ഒരു കാട്ടിലേക്ക് എന്ത് ചെയ്തു? പോയി അല്ലോ എന്ന് പറഞ്ഞു. ഗതഃ ഖലു പോയല്ലോ, അങ്ങൊരിക്കൽ കാട്ടിലേക്ക് പോയില്ലേ? എന്തിന്? ഭക്തധരന്മാരായ ദ്വിജപത്നിമാരെ അനുഗ്രഹിക്കണമെന്ന ആശ വെച്ചുകൊണ്ടാണ് അങ്ങ് കാട്ടിലേക്ക് പോയത്. ആ കാട് എവിടെയായിരുന്നു? വൃന്ദാവനഃ ദൂരതഃ വൃന്ദാവനതഃ വൃന്ദാവനത്തിൽ നിന്നും അതിദൂരത, വളരെ ദൂരെയുള്ളതായ വനം, ആ വനത്തിലേക്കാണ് ഗതഃ പോയത്. പോകുമ്പോ ഉള്ളിൽ ഒരു ആശയുണ്ടായിരുന്നു, ഹൃദന്തരേ വഹന്, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് പോയത്. വഹൻ വഹന്തോ വഹന്തഹ എന്ന് ശത്രുപ്രത്യം, മനസ്സില്
എന്താണ് ആഗ്രഹം? ഭക്തതര ദ്വിജാംഗന കദംബകാനുഗ്രഹണ ആഗ്രഹം. അതാ ആ ബ്രാഹ്മണ ശ്രേഷ്ഠരായ അവരുടെ പത്നിമാരുടെ, അതിഭക്തകളായ പത്നിമാരുടെ അനുഗ്രഹത്തെ ആശിച്ചുകൊണ്ടാണ് അങ്ങ് കാട്ടിലേക്ക് പോയത്. മുമ്പേ തീരുമാനിച്ചതാ ഭഗവാൻ, കൂട്ടുകാരോടൊന്നും പറഞ്ഞില്ല. നമുക്ക് കുറച്ച് അകലേക്ക് പോകാം, അവിടെ ചെന്ന് ആ ഭക്തമതികളായ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കണം. ഇത് ഭഗവാന്റെ ഉള്ളിലിരിപ്പാണ്. അതുകൊണ്ടാണ് ഹൃദന്തരേ വഹൻ എന്ന് പറഞ്ഞത്. ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട്. ദൂരയാത്രയുടെ ഉദ്ദേശമൊന്നും കൂട്ടുകാരോട് പറഞ്ഞില്ല. ഭഗവാന് മാത്രം ഒരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഭക്തതര ദ്വിജാംഗന കദംബക അനുഗ്രഹണം. ഇതാണ് ഉദ്ദേശം. ഭക്തമതികളായ ആ ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ കരുതി. വൃന്ദാവനത അതിദൂരത, വൃന്ദാവനത്തിൽ നിന്നും വളരെ ദൂരേക്കുള്ളതായ വനം, കാട്ടിലേക്ക് ഗദഹ ഖലു അങ്ങ് പോയല്ലോ എന്നാണ്. തന്നെയും പറയുമ്പോ നോക്കൂ. തതഹാച ഭക്തതര ദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം ഹൃദന്തരേ വഹൻ ത്വം ഗോപ ഗോകുലൈഃ വൃന്ദാവനതഃ അതിദൂരതഃ വനം ഗതഃ ഖലു. കണ്ടോ ഇവിടെ? ഗോപ ഗോകുലൈഃ, ഗോപന്മാരും ഗോക്കളുടെ കുലങ്ങളാൽ, അതായത് ഗോപന്മാരെയും ഗോക്കളെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. അതായത് ഇടയന്മാരുമുണ്ട്, പശുക്കളുമുണ്ട്. എന്നിട്ട് ഇവര് വൃന്ദാവനത്തിൽ നിന്ന് കുറെ ദൂരെയൊക്കെ പോയി. ആ ദൂരെ പോകുമ്പോൾ എന്തിനാണ് ഈ ദൂരെ പോകുന്നത് എന്നുള്ള ഉദ്ദേശം മറ്റാർക്കും അറിയില്ല. പക്ഷെ ഭഗവാന്റെ ഉള്ളിലുണ്ട് ആ ഭക്തതരകളായ ഭക്തിമതികളായ വിപ്രപത്നിമാരെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ കുറെ ദൂരം നടന്നു, ക്ഷീണിച്ചപ്പോഴെന്തായി? തന്റെ കൂടെ വന്ന ഗോപക്കൂട്ടങ്ങളൊക്കെ വിശന്ന് വലഞ്ഞുപോയി. ആ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഈ കാട്ടിൽ എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. പക്ഷെ കുറച്ചു ദൂരെയായിട്ട് കുറെ ബ്രാഹ്മണര് അവിടെ യജ്ഞപതിയായ എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പൊക്കോളോ എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിദം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായതാൻ. തതഃ നിരീക്ഷ്യ ആശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം അദൂരതഃ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയഃ ദീദിവിയാചനായ താൻ. എന്ത് ചെയ്തു? തതഃ അനന്തരം നിരീക്ഷ്യ കണ്ടിട്ട്. എന്താണ് കണ്ടത്? ആശരണേ വനാന്തരേ, ശരണം പ്രാപിക്കാൻ ഒരിടവുമില്ല, ഒരു പർണശാല പോലും ഇവിടെ കാണാനില്ല. അങ്ങനെയുള്ളതായ വനാന്തരം, കാട്ടിന്റെ ഉള്ളില് വിജനമായ കാട്. അവിടെ ആരുടെ അടുത്തും ശരണം പ്രാപിക്കാൻ പറ്റില്ല. ആ സമയത്ത് കിശോരലോകം, ഈ കൂടെയുള്ള കുട്ടികളുടെ ലോകമുണ്ടല്ലോ, കിശോരന്മാര്, തന്റെ കൂടെ വന്നിട്ടുള്ള ഗോപക്കുട്ടന്മാരൊക്കെ ക്ഷുദിതം വിശന്നവരായിട്ടും തൃഷാകുലം ദാഹിച്ചും വലഞ്ഞു നിൽക്കുന്നത് നിരീക്ഷ്യ കണ്ടു. അശരണമായ ഈ കാട്ടിൽ ഒരു വീടോ ഒരു കുടിലോ പോലും കാണാത്ത ആ നിർജ്ജനമായ വനാന്തരത്തിൽ തന്റെ കൂടെ വന്നതായ ഗോപക്കുട്ടികള് വിശന്ന് ദാഹിച്ചതായി കണ്ടിട്ട്, ഇത് കണ്ടപ്പോ ഭഗവാൻ പറഞ്ഞു അദൂരത, അധികം ദൂരെയല്ലാതെ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി, ഒരിടത്ത് യാഗം നടക്കുകയാണ്. അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ടതായ കുറെ ബ്രാഹ്മണര് അവിടെ യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ യാഗം ചെയ്യുന്നത് ആരെയാണ്? യജ്ഞപതിയായ ഭഗവാനെ തന്നെയാണ് യജിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവരുണ്ടല്ലോ എന്ന് ദ്വിജാൻ പ്രതി, ആ ബ്രാഹ്മണരെ ഉദ്ദേശിച്ച്, ദീദിവി എന്ന് പറഞ്ഞാൽ അന്നം, ഭക്ഷണം. ഭക്ഷണം എന്നല്ല, ശരിക്കും അന്നം എന്നാണ് അർത്ഥം. ദീദിവി അന്നം, ആ ചോറാണ്. ദീദിവി എന്നുള്ള വാക്കിനർത്ഥം ചോറ് എന്ന അന്നം തന്നെയാണ് അർത്ഥം. ദീദിവി യാചനായ, നിങ്ങള് അവരുടെ അടുത്ത് പോയിട്ട് കുറച്ച് അന്നം തരാൻ പറയൂ എന്ന് താൻ, ആ ഗോപകുമാരന്മാരെ വ്യസർജയ പറഞ്ഞയച്ചു. ഭഗവാൻ ആ ഗോപകുമാരന്മാരോട് പറഞ്ഞു,
പറഞ്ഞു, നിങ്ങൾക്ക് വിശന്നിരിക്കുക അല്ലേ, ഒരു കാര്യം ചെയ്യും, എന്റെയും രാമന്റെയും പേര് പറഞ്ഞ് നിങ്ങൾ ആ ബ്രാഹ്മണരുടെ അടുത്ത് പോയി അന്നം ചോദിക്കൂ. ഇതാണ് പറഞ്ഞത്. ഏത് ബ്രാഹ്മണര്? യജ്ഞപരാന്തിജാൻ പ്രതി, യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രാഹ്മണരെ ഉദ്ദേശിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് അന്നം യാചിച്ചു വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് വ്യസർജയ അവരെ പറഞ്ഞയച്ചു. അതായത് പിന്നെ കുറെ നേരം ആയപ്പോഴ് വീടും മറ്റുമില്ലാത്ത അശരണമായ ആ കൊടുങ്കാട്ടിൽ കൂടെയുള്ള കുട്ടികളൊക്കെ വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ സമയത്ത് അത്ര അകലെയല്ലാതെ, ആ ദൂരത എന്ന് പറഞ്ഞ അധികം അകലെയല്ലാതെ ഒരിടത്ത് യാഗം ചെയ്യുന്നതിൽ തൽപരരായ, അതാണ് പറഞ്ഞത് യജ്ഞപരാ എന്നാണ്. യാഗത്തിലാണ് അവർക്ക് താല്പര്യം, ബാക്കി ഒന്നിലും അവർക്ക് താല്പര്യം ഇല്ല എന്ന് കാണിക്കാനാണ് യജ്ഞപരാൻ എന്ന് പറഞ്ഞത്. യാഗകർമ്മത്തിൽ മാത്രം താല്പര്യമുള്ളതായ ചില ബ്രാഹ്മണർ ഉണ്ട്. അവരെ ഉദ്ദേശിച്ച് ദീദിവിയാചനായ അന്നം യാചിക്കുവാനായി താൻ ആ ഗോപകുമാരന്മാരെ ത്വം വ്യസർജയ അങ്ങ് പറഞ്ഞയച്ചുവല്ലോ ഗുരുവായൂരപ്പ എന്ന്. യാഗം ചെയ്യുന്നതിൽ മാത്രമേ അവർക്ക് ശ്രദ്ധയുള്ളൂ, അവർക്ക് ഭക്തിയില്ല. നമ്മള് പഞ്ചമഗണത്തിൽ കണ്ടിട്ടുണ്ട്. പഞ്ചമ സ്കന്ധത്തില് എന്ത് ചെയ്തു? അവരെ ത്രയ്യാവിദ്യയാത്മാനം, അവർക്ക് ത്രയ്യവിദ്യയിൽ മാത്രമേ താല്പര്യമുള്ളൂ സഹോദരന്മാർക്ക്. അപ്പൊ തന്റെ കൂടെയുള്ളതായ ജഡനായ സഹോദരന്റെ മഹാത്മ്യം അറിയാൻ അവർ ശ്രദ്ധിച്ചതുമില്ല, മനസ്സിലാക്കിയതുമില്ല. അവർക്ക് വെറും യാഗത്തിൽ മാത്രം ശ്രദ്ധ, അതായത് വേദങ്ങളിൽ മാത്രം ശ്രദ്ധ. അതുപോലെ ഇവർ യാഗം ചെയ്യുന്നതിൽ മാത്രമാണ് താല്പര്യം. അവർ ഭക്തി കൊണ്ടൊന്നുമല്ല, ഡീങ്ക് കൊണ്ട് യാഗം ചെയ്യുന്നവരെന്ന് അർത്ഥം. ഡമ്പ് കൊണ്ട് യാഗം ചെയ്യാൻ, ഞാനും യാഗം ചെയ്തു എന്ന് പറഞ്ഞു വരുത്തുവാൻ വേണ്ടി യാഗം ചെയ്യുന്ന ബ്രാഹ്മണർ. അവരുടെ അടുത്തേക്കാണ് അങ്ങ് ആ ഗോപന്മാരെ ദീദിവിയാചനായ അന്നം യാചിക്കാനായിട്ട് വ്യസർജയ പറഞ്ഞയച്ചതല്ലേ ഭഗവാനെ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുകയാണ്. തതഹ അശരണേ വണി, ആരുമില്ലാത്ത കാട്, അശരണമായ കാട് എന്നാണ്, നിർജ്ജനമായ കാട്. അവിടെ ഒരു വീടില്ല, ഒരു കുടിലില്ല. അവിടെ പോയി എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞാൽ ഒന്നും കിട്ടാൻ വഴിയില്ല. അങ്ങനെയുള്ള കാട്ടിൽ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം നിരീക്ഷ്യ, തന്റെ കൂടെ വന്നതായ ഈ കുട്ടിക്കൂട്ടങ്ങൾ മുഴുവൻ, ഗോപക്കുട്ടികൾ മുഴുവൻ ക്ഷുദിതം വിശന്നവരായിട്ടും, തൃഷാർദിതം ദാഹിച്ചവരായി, തൃഷാകുലം ദാഹിച്ച അവസരമായിട്ട് നിരീക്ഷ്യ കണ്ടു ഭഗവാൻ. അപ്പൊ എന്ത് ചെയ്തു? അദൂരത, അധികം അകലെയല്ലാത്ത ഒരു സ്ഥലത്ത് യജ്ഞപരാന്തിജാൻ പ്രതി, യാഗത്തിൽ മാത്രം ശ്രദ്ധ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണന്മാരെ ഉദ്ദേശിച്ച് ദീദിവിയാചനായ അന്നം ചോദിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യസർജയ അങ്ങ് പറഞ്ഞയച്ചുവല്ലോ എന്ന്. അങ്ങനെ താൻ എന്നുള്ളതോടെ ആ മോളിൽ പറഞ്ഞു തൃഷാകുലം കിശോരലോകം, തന്റെ കൂടെ വന്നിരിക്കുന്നവരൊക്കെ ദാഹിച്ചു വലഞ്ഞത് കണ്ടിട്ട് അവരെ, ആരെയാണ്? ആ കിശോരലോകത്തിനെയാണ് പറഞ്ഞയച്ചത്. ഗോപകുട്ടന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവിടെ ഒരു അന്നം ചോദിക്കൂ എന്ന്. അവരെന്ത് ചെയ്തു? പോയിട്ട് അവരായിട്ട് ഭക്ഷണം ചോദിച്ചില്ല. അവര് കൃഷ്ണരാമന്മാരുടെ പേര് പറഞ്ഞാണ് യോധനം ചോദിച്ചത് എന്ന് പറയാണ്. നോക്കൂ, ഗദേശ്വധോ തേഷ്വഭിദായദേഭിദാം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാവപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാഃ. മഹീസുരോത്തമാഃ ന കിഞ്ചിദൂചുഃ എന്നാണ് ക്രിയ. ആ മഹീസുരൻ എന്ന് വെച്ചാൽ ഭൂമിദേവൻ, ബ്രാഹ്മണൻ എന്നർത്ഥം. മഹീസുരോത്തമാഃ, ബ്രാഹ്മണരാണെന്ന് അഭിമാനിക്കുന്നതായ അവരൊന്നും ന കിഞ്ചിദൂചുഃ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയാണ്? ഗദേഷു അധ തേഷു അഭിദായ തേ അഭിധാം കുമാരകേഷു ഓദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാഃ അഭിനിന്യുഃ അശ്രുതിം ന കിഞ്ചിത് ഊചുഃ ച മഹീസുരോത്തമാഃ. ഇതിലെന്താ പറഞ്ഞത്? എല്ലാം സപ്തമിയിൽ ഉപയോഗിച്ചു, സതിസപ്തമിയായിട്ട്. ഗദേഷു തേഷു കുമാരകേഷു, കണ്ടില്ലേ? പോയി ആ കുമാരകന്മാർ. അപ്പോൾ ഗദേഷു തേഷു കുമാരകേഷു, ആ ഗോപന്മാരൊക്കെ എപ്പോ പോയി? അഥ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഗദേഷു കുമാരകേഷു, അല്ലെങ്കിൽ തേഷു കുമാരകേഷു അഥ ഗദേഷു, ആ കുമാരകന്മാരൊക്കെ പോയ സമയത്ത് അവരെന്ത് ചെയ്തു?
ചോദിച്ചു അവരോട്. എങ്ങനെയാ ചോദിച്ചത്? ഞങ്ങൾക്ക് തന്നെ വേണം എന്ന് അവർ ചോദിച്ചില്ല. പ്രഭോ തേ അഭിദാം അഭിദായ, പ്രഭോ ഗുരുവായൂരപ്പ, തേ അഭിദാം അങ്ങയുടെ പേര്, തേ അഭിദാം അഭിദായ അങ്ങയുടെ പേരും പറഞ്ഞാണ് അന്നം ചോദിച്ചു. കൃഷ്ണരാമന്മാർ കാട്ടിൽ വന്നിട്ടുണ്ട്, അവർക്കും സഖാക്കൾക്കും ഉള്ളതായ അന്നം തരും. ഇതാണ് ഇവർ ചോദിച്ചത്. എന്നിട്ട് അത് തന്നെ ആ ഗതേഷു എന്നുള്ളതിൽ തന്നെ അടുത്തത് വരികയാണ് ഓദന യാചിഷു. ഓദനം ചോറ്, അന്നം. ഓദന യാചിഷു, അവർ ഓദനത്തെ യാചിച്ചപ്പോൾ, അവരവിടേക്ക് പോയപ്പോൾ, അങ്ങയുടെ പേരും പറഞ്ഞ് ഓദനം യാചിച്ചപ്പോൾ എല്ലാം സതിസത്തെ പറയാണ്. ആ സമയത്ത് മഹീസുരോത്തമാഹ, മഹീസുരോത്തമാഹ, അവർ ബ്രാഹ്മണ ശ്രേഷ്ഠരാണോന്ന് വെച്ചാൽ ആണെന്നാണ് അവരുടെ നാട്യം. അതുകൊണ്ടാണ് അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ഡിത മാനികളെ പോലെ മഹീസുരോത്തമ, ഞങ്ങൾ വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് എന്ന നാട്യേന ശ്രുതി സ്ഥിരാഹ അഭി, ശ്രുതിയിൽ സ്ഥിരരാണ്. വേദാധ്യയനം ചെയ്തിട്ടുണ്ട്, വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അറിയാം. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. ആ ശ്രുതി സ്ഥിരാഹ, ആ വേദകർമ്മത്തിലും വേദാധ്യയനത്തിലും ഉറച്ചു നിൽക്കുന്നവരായിട്ടും ഇവിടെ വിരോധാഭാസമായിട്ട് പറയാണ് അശ്രുതിൻ അഭിനിന്യുഹു, അറിവില്ലായ്മയെ പ്രദർശിപ്പിച്ചു എന്ന്. അതേ ശ്രുതി സ്ഥിരരായിട്ട് അശ്രുതിയെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ശ്രുതിയുള്ളവരാണ് അശ്രുതിയായി എന്ന്. വിപരീതമല്ലേ വാക്ക് കേൾക്കുമ്പോ? ശ്രുതിയിലാണ് നിൽപ്പ്, പക്ഷെ അശ്രുതിയെയാണ് പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ ശ്രുതി വിപരീതം അശ്രുതി എന്ന അർത്ഥത്തിൽ തോന്നും. പക്ഷെ ശ്രുതി എന്നുള്ളതിന് വേദം എന്നൊരർത്ഥം. ഇവിടുത്തെ അശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരായിട്ട് എന്നർത്ഥം. അതുകൊണ്ടാണ്, അതായത് അശ്രുതി എന്നുള്ളത് വിരോധമായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്തു? വേദങ്ങളിൽ പരിനിഷ്ഠയുള്ളവരാണ്, എങ്കിലും അശ്രുതി, അതൊന്നും കേൾക്കാനില്ല എന്നുള്ള വിരോധ പരിഹാരമായിട്ട് പറയാം. അവരെ ശ്രുതിയിലുണ്ട്, പക്ഷെ അശ്രുതിയാണ് കാണിച്ചത്. രണ്ടർത്ഥത്തില്, ശ്രുതി വേദം, അശ്രുതി കേൾക്കാത്ത സ്വഭാവം. അവരെ ശ്രുതിയിൽ വളരെ നിഷ്ഠയോട് കൂടിയിട്ടാണ് യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള ഗോപന്മാരുടെ വാക്കുകളെ അശ്രുതിമഭിനിന്യുഹു, കേട്ട ഭാവം നടിച്ചില്ല, കേട്ടില്ല. അവരത് ചെവിക്കൊണ്ടില്ല. കാരണം അവരവരുടെ കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ആണ്, ബാക്കിയൊന്നും അവർക്ക് പ്രശ്നമല്ല. ഏതൊരു യജ്ഞപതിയെയാണോ ഇവർ യജിച്ചുകൊണ്ടിരിക്കുന്നത്, ആ യജ്ഞപതി തന്നെയാണ് ഗോകുലത്തിൽ ശ്രീകൃഷ്ണനായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേട്ട് അവർക്കറിയാം. ഇരുന്നിട്ടും ഇപ്പോൾ കേൾക്കാത്തവരെ പോലെ അഭിനയിച്ചു. കാരണം അത് കൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടും അവർക്കതൊന്നും ഒരു പ്രാധാന്യം തോന്നിയില്ല. ഏതൊരു യജ്ഞപതിയാണോ താങ്കൾ ഇത്രയും നേരം യാഗാദികർമ്മങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നത്, ആ യജ്ഞപതി തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് കേട്ട് പരിചയമുണ്ടായിട്ടും ആ കൃഷ്ണന്റെ നാമവും പറഞ്ഞിവർ വന്നപ്പോൾ അശ്രുതിമഭിനന്യുഹു, കേൾക്കാത്തവരെ പോലെ പ്രവർത്തിച്ചു എന്നാണ്. അതാണ് കൃഷ്ണൻ പറഞ്ഞയച്ചിട്ട് വന്നവരാണ് എന്ന് അറിയിച്ചിട്ട് പോലും ശ്രുതി ഉണ്ടായിട്ടും അശ്രുതിയെ കാണിച്ചു എന്നാണ്. നല്ല വേദാധ്യയനം ചെയ്ത് വേദോക്തമായ കർമ്മങ്ങളിൽ തൽപരരായിരുന്നിട്ടും ആ ഭഗവൻ നാമം പറഞ്ഞിട്ടും അത് ചെവിക്കൊണ്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് മഹീസുരോത്തമാഹ എന്ന്. നല്ല ബ്രാഹ്മണ ശ്രേഷ്ഠരാണെങ്കിൽ കേൾക്കണമായിരുന്നു ഇല്ലേ? അവ വിപരീത ലക്ഷണമായിട്ട് ഇവിടെ പറഞ്ഞു. ഇതെന്താണ്? തേഷു കുമാരകേഷു അധഗതേഷു പ്രഭോ തേ അഭിദാമഭിദായ ഓദനയാജിഷു. ഒക്കെ സതിസപ്തമിയില്ല. ആ കുമാരകന്മാർ പോയിട്ട് അങ്ങയുടെ നാമവും പറഞ്ഞ് അന്നം ചോദിച്ചപ്പോൾ മഹീസുരോത്തമാഹ, വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠരാണെന്നുള്ള ഡമ്പോടുകൂടി ശ്രുതിസ്ഥിരാഹാഭി, വേദങ്ങളിൽ ഉറച്ച നിഷ്ഠയുള്ളവരായിരുന്നിട്ടും അശ്രുതിമഭിനന്യുഹു, കേട്ട ഭാവം നടിച്ചില്ല. കാരണം എന്താ ഇവിടെ? അവര് പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, കൃഷ്ണന്റെ നാമം പറഞ്ഞിട്ടും അവർ ശ്രദ്ധിച്ചില്ല. അവർക്കറിയാം ഈ കൃഷ്ണൻ തന്നെയാണ് ഗോകുലത്തിൽ ജനിച്ചിട്ടുള്ളത്, പരമാത്മാവ് തന്നെയാണെന്ന് അറിയാം. എന്നിട്ടും അത് ചെവിക്കൊണ്ടില്ല. അപ്പൊ അവരെന്ത് ശ്രുതി പഠിച്ചിട്ട് എന്ത് കാര്യമെന്ന്. അതുകൊണ്ട് നക്കിഞ്ചിത് ഊച്ചുഹൂച്ച,
കേൾക്കാത്ത കാരണം ഒന്നും പറഞ്ഞില്ല. അവരത് ചെവിയിലേ എടുത്തില്ല, കൈക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ന കിഞ്ചന ഊചുഹു, ന കിഞ്ചിത്ത് എന്നാണ്, ഒന്നും തന്നെ മറുപടി പറഞ്ഞതുമില്ല. ഗോപന്മാരവിടെ ചെന്ന്, ഹേ പ്രഭു ഗുരുവായൂരപ്പ, അങ്ങയുടെ പേരും പറഞ്ഞ് അന്നം യാചിച്ച സമയത്ത് യോഗ്യരാണ് തങ്ങളെന്ന് നടിക്കുന്നതായ ബ്രാഹ്മണോത്തമന്മാർ ശ്രുതിനിഷ്ഠയുള്ളവരായിരുന്നിട്ടും വേദോക്ത കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായിരുന്നിട്ടും അങ്ങയുടെ പേര് പോലും കേൾക്കാത്ത ഭാവത്തിൽ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അവർ കൊടുത്തില്ല എന്ന് മാത്രല്ല, ഒന്നും പറഞ്ഞില്ല. ഇവരെ നെഗ്ലക്ട് ചെയ്തു മുഴുവനായിട്ട്. അതാണ് കാര്യം. തേഷു കുമാരകേഷു അധഗതേഷു പ്രബോധേ അഭിതാം അഭിദായ, അഭിദാ പേരിട്ട് അഭിദായ പറഞ്ഞിട്ട്, ഓദനയാചിഷു എല്ലാ സപ്തമിയിൽ ഉപയോഗിച്ചുകൊണ്ട് സതി സപ്തമി, മഹീസുരത്തമാഹ ശ്രുതിസ്ഥിരാഹ അഭി അശ്രുതിം അഭിനന്യുഹു ന കിഞ്ചിത് ഊചുഹു ച. അവര് ശ്രുതി ഉള്ളവരായിട്ടും ശ്രുതി ഇല്ലായ്മയെ കാണിച്ചു എന്നർത്ഥം. അതായത് ശ്രുതിനിഷ്ഠരായിരുന്നിട്ടും കേൾക്കാത്ത ഭാവം നടിച്ചു, എന്നിട്ട് ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പൊ എന്താ, ഈ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും പറയണ്ടേ? ഇവിടെ ഒന്നും ഇല്ലാന്നെങ്കിലും പറയണ്ടേ? ന കിഞ്ചിത് ഊചുഹു, ഒന്നും ഒരു പറഞ്ഞില്ല. അപ്പൊ അനാദരവ് ചെയ്ത പോലെ, നെഗ്ലക്ട് ചെയ്ത പോലെയായി. അതുകൊണ്ട് അനാദരാഖിന്നതിയോ ഹി ബാലകാഹ സമായയുർയുക്തമിദം ഹി യജ്വസു ശ്രീരാധഭക്താ ഖലു തേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയിദൈ സമർപ്യതേ. അതെന്താ പറഞ്ഞു നോക്കൂ. അനാദരാത്, ആദരവോടുകൂടി സംസാരിക്കുന്നത് പോട്ടെ, കേട്ട ഭാവം നടിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോ കേൾക്കാത്ത ഭാവത്തിൽ അവിടെ എവിടെയും നോക്കിയാൽ എന്താ അർത്ഥം? ഞാൻ പറയുന്നത് അവന് ഇഷ്ടമില്ല എന്നല്ലേ അർത്ഥം? അത് അനാദരവാണ്. ചിലരുണ്ട് അവിടെ ഇരുന്നു കൊടുക്കും, ഇവര് പറയണതൊന്നും അവർ ശ്രദ്ധിക്കണ്ടാവില്ല, മുഖഭാവം തന്നെ വ്യക്തം. ഈ പറയുന്നവൻ എന്താ തോന്നുക? തന്നെ ആദരിക്കണില്ല തോന്നില്ലേ? ഇതുപോലെ അനാദരാത്, തങ്ങൾ പറഞ്ഞതൊന്നും അവര് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനാദരമായി, ആദരവ് കിട്ടിയില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ട് അനാദരാത് ഖിന്നദിയഃ ഹി ബാലകാഃ സമായയുഃ യുക്തം ഇദം ഹി യജ്വസു ചിരാത് അഭക്താഃ ഖലു തേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയി തൈഹി സമർപ്യതേ. മോളില് ശ്രുതി അശ്രുതി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അഭക്താഹ ഭക്തം എന്ന് പറഞ്ഞു. കേൾക്കണല്ലോ എങ്ങനെയാണ് അല്ലെ? അനാദരവ് കാണിച്ചപ്പോഴേ ഖിന്നദിയഃ, ഖിന്നം ദുഃഖിതം, ഖിന്നദിയഃ ബുദ്ധി മനസ്സിനാകെ സങ്കടായി. അങ്ങനെയുള്ള ബാലകാഹ ബാലകന്മാർ സമായയുഹു തിരിച്ചങ്ങടെ അടുത്തേക്ക് തന്നെ വന്നു. ഗുരുവായൂരപ്പ, ഇങ്ങനെ അനാദരവ് ചെയ്തപ്പോ സങ്കടപ്പെട്ടുകൊണ്ട് ആ ഗോപകുമാരന്മാർ അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഭഗവാൻ എന്താ വിചാരിച്ചത്? യജ്വസു ഇദം യുക്തം ഹി, യജ്ഞപരന്മാരാണെന്ന് മോളിൽ പറഞ്ഞു. യജ്ഞപരാഹ എന്ന് പറഞ്ഞു അല്ലെ? ആദ്യത്തേല് പറഞ്ഞു യജ്ഞപരാഹ അദൂരതോ യജ്ഞപരാൻ ദിജാൻ പ്രതി എന്നാ പറഞ്ഞത്. യജ്ഞപരന്മാരാണ്. യാഗത്തിലേ അവർക്ക് ശ്രദ്ധയുള്ളൂ, ചുറ്റും ഭക്തിയോ ഒന്നുമില്ല അതില്. അവരാ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ, രജോഗുണപ്രധാനന്മാരായി കർമ്മശ്രദ്ധയോടുകൂടി മാത്രമാണ് വർത്തിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭക്തിക്ക് പോലും സ്ഥാനമില്ല, ശുദ്ധ അന്ധകരണവുമില്ല. അങ്ങനെയുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരാ. അതുകൊണ്ട് പറഞ്ഞു യജ്വസു, ഈ യാഗം ചെയ്യുന്നവരുടെ ഈ പ്രവൃത്തം ഇതം യുക്തം, ഈ കർമ്മ നിരതരാണല്ലോ അവര്. ആ ബ്രാഹ്മണന്മാരുടെ വിഷയം ഈ അനാദരവ് യുക്തം, അവരനാദരിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് ഭഗവാൻ വിചാരിച്ചു. അനാദരാത് ഖിന്നദിയഃ സമായയുഹു ബാലകാഃ, അനാദരവ് കൊണ്ട് ദുഃഖിതരായിട്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു യജ്വസു ഇതം യുക്തം, ആ കർമ്മതൽപരരായ ബ്രാഹ്മണർ ഈ അനാദരവ് കാട്ടിയില്ലെങ്കിലേ അതിശയുള്ളൂ. അവരിത് ശരി തന്നെയാ ചെയ്തത്, അവരവരുടെ സ്വഭാവത്തെ പ്രദർശിപ്പിച്ചു എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. എന്താ കാരണം? എന്താ കാരണം? തേ മഹീസുരാഹ, ആ ബ്രാഹ്മണരുണ്ടല്ലോ, ക്ഷിരാത് അഭക്താഹ ഖലു, എന്താ വളരെ കാലമായി അവർ ഭക്തി ഇല്ലാത്തവരാ, അഭക്തന്മാരാണ് അവര്. അവർക്ക് ഭക്തി എന്നുള്ളത് ലെവലേശമില്ല. ഭക്തി ഉണ്ടെങ്കിലേ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ, മനഃശുദ്ധി ഉണ്ടെങ്കിലേ കർമ്മത്തിന് ഫലം കിട്ടൂ.
ഇവരെന്തോ കർമ്മം ചെയ്യുന്നു എന്ന് മാത്രം ഡംബിന് ഡീങ്കിന് വേണ്ടി ചെയ്യാണ്, അല്ലാതെ അവര് ഭക്തന്മാരായിട്ടല്ല ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു തൈഹി അവരാൽ കഥം ത്വയി ഭക്തം സമർപ്യതേ, അവരാൽ എങ്ങനെയാണ് അങ്ങക്ക് ഭക്തം എന്നുള്ള വാക്കിന് ചോറ് അന്നം എന്നർത്ഥം. ഭക്തം കഥം സമർപ്യതേ, അങ്ങക്ക് എങ്ങനെയാണ് അന്നം കൊടുത്തയക്കുക എന്ന്. അവരെ അഭക്തര്, വാക്കിന്റെ അർത്ഥത്തിന് അഭക്തര് ഭക്തിയില്ലാത്തവര് എന്നർത്ഥം. ഭക്തം എന്നുള്ളതിന് അന്നം എന്നർത്ഥം. അഭക്തന്മാർ അവൾ അല്ലെങ്കിൽ തന്നെ അഭക്തന്മാരാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങയ്ക്കായിക്കൊണ്ട് ഭക്തത്തെ കൊടുത്തയക്കുക? ഇതാണ് ചോദ്യം. ശരിക്കും കേൾക്കുമ്പോ എന്താ തോന്നുക? അവര് തന്നെ പട്ടിണിയാണ്, പിന്നെ അങ്ങക്ക് എങ്ങനെയാ ചോറ് കൊടുക്കുക എന്ന് വേണമെങ്കിൽ അർത്ഥം എടുക്കാലോ. അഭക്തരാണ്, ഇവിടെ ഭക്തത്തിനെയാണ് കൊടുത്തയക്കേണ്ടത്, അങ്ങനെയും പറയാം. പക്ഷെ അവർ അഭക്തർ എന്നുള്ള ഉദ്ദേശത്തില് ചോറ് തിന്നാത്തവര് എന്നുള്ള അർത്ഥത്തിലല്ല, അവർ ഭക്തിയില്ലാത്തവരാണ്, ഭക്തിയില്ലാത്തവരാണ് എന്നർത്ഥം. അതായത് അവരുടെ കയ്യിൽ ഭക്തി എന്നുള്ളതേ കയ്യിലില്ല, അഭക്തരാ. അഭക്തർ എന്ന് വെച്ചാൽ ഭക്തി ഇല്ലാത്തവര്. ഭക്തി ഇല്ലാത്തവര് ഭക്തത്തെ എങ്ങനെ കൊടുത്തയക്കും? അവർക്ക് തന്നെ കൈവശമില്ലാത്ത ഒരു വസ്തുത്തിനെ ഇങ്ങനെ കൊടുത്തയക്കുമെന്ന്. ഭക്തി ഇല്ലാത്തവർക്ക് ദാനം എന്ന വിശിഷ്ട കർമ്മം ചെയ്യാൻ പറ്റുകയില്ല, അല്ലെ? കിം ദാനം കിം തപഹ കിം എന്നുള്ളത് നമ്മൾ ഇനി ഏകാദശത്തിൽ പഠിക്കും, അപ്പൊ വ്യക്തമാവും. അതായത് ഈ ദാനം കൊടുക്കാനും മനഃശുദ്ധി വേണം. അതെങ്ങനെ കൊടുക്കണം? സാത്വിക ദാനം എന്ന് പറഞ്ഞു. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ, അല്ലെ? ദേശേ കാലേ ജത്പാത്രേ തദ്ദാനം സാത്വികം സ്മൃതം എന്ന് നമ്മൾ ഇന്നലെ ക്ലാസ് പഠിച്ചു, അല്ലേ? സാത്വിക ദാനം എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി, ശ്രദ്ധയോടുകൂടി, സത്പാത്രത്തിന്, സത്സ്ഥലത്ത്, സത്കാലത്തിൽ ആര് കൊടുക്കുന്നുവോ അതാണ് സാത്വിക ദാനം. ഇവർക്ക് ആ പ്രശ്നമേ ഇല്ല, വെറും ഡീങ്ക് കാണിക്കാനാണ് ഇവർ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭക്തിയേ ഇല്ല. ഭക്തി ഇല്ലാത്തവരെങ്ങനെയാണ് ഭക്തത്തെ കൊടുക്കുക എന്നാണ്. ഭക്തി തീരെയില്ല. അങ്ങനെയുള്ളവർ എങ്ങനെ ഭഗവാൻ അന്നം കൊടുക്കുമെന്ന്. ശരിക്കും അഭക്താഹ എന്നുള്ള അർത്ഥത്തിൽ ഭക്തി ഇല്ലാത്തവര് എന്നർത്ഥം. ഭക്തം എന്നുള്ളതിന് അന്നം എന്നർത്ഥം. ഇതെങ്ങനെ പറയാം? ഭക്തി ഇല്ലാത്തവര് ഭഗവാൻ എങ്ങനെയാണ് അന്നത്തെ ഏൽപ്പിക്കുക എന്നാണ് അർത്ഥം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അവർക്കേ ഇല്ല, അവരില്ലാത്തത് എങ്ങനെ കൊടുക്കും എന്ന്. മനഃശുദ്ധി ഉണ്ടെങ്കിലല്ലേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരുടെ കയ്യിൽ തീരെയില്ല. അപ്പൊ ദാനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരുത്തൻ എങ്ങനെ ദാനം ചെയ്യാനാണ് എന്നുള്ള അർത്ഥത്തിൽ. അഭക്താഹ ഭക്തം കഥം തൈഹി ഭക്തം കഥം സമർപ്യതേ, അവരാൽ അങ്ങക്ക് എങ്ങനെ അന്നം സമർപ്പിക്കപ്പെടും? ആ വാക്കിന്റെ അർത്ഥത്തിന് വേണ്ടി പറഞ്ഞു തന്നേള്ളൂ കേട്ടോ. അഭക്താഹ ഭക്തം എന്ന് പൊരുളർത്ഥം എന്താണ്? ഭക്തിയില്ലാത്തവർ, മനഃശുദ്ധി ഇല്ലാത്തവർ ദാനമാകുന്ന ഭക്തത്തിനെ, അന്നത്തിനെ കഥം സമർപ്യതേ എങ്ങനെ തരും? ഭക്തിയേ ഇല്ല അവർക്ക്, അവർക്ക് ദാനത്തിന്റെ മഹിമയും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവരെ അങ്ങക്ക് എങ്ങനെയാണ് അന്നം തരിക എന്ന്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ അഭക്തർ, ഉണ്ണാത്തവരാ. ഉണ്ണാത്തവര് നിങ്ങൾക്ക് ചോറ് തരണം എന്ന് പറഞ്ഞാൽ എവിടുന്ന് കൊണ്ട് തരും എന്ന് വെറുതെ അർത്ഥം പറയാം. പക്ഷെ വാസ്തവത്തിൽ അർത്ഥം അതല്ല. ഭക്തന്മാരല്ലവർ, ഭഗവത് ഭക്തി ഇല്ലാത്തവരാണ്, അവരുടെ പ്രവൃത്തികളിൽ ഒന്നും ശുദ്ധി ഇല്ലാത്തവരാണ്. അങ്ങനെ അന്ധകരണ ശുദ്ധി ഇല്ലാത്തവർ എന്തു ദാനത്തെയാണ് ചെയ്യുക എന്ന്. അതാണ് ഭക്തം എന്നുള്ളതിന് ഇവിടെ അന്നം അർത്ഥം. അനാദരാത് ഖിന്നതിയഃ ഹി ബാലകാഃ സമായയുഃ യജ്വസു ഇദം യുക്തം ഹി തേ മഹീസുരാഃ ചിരാത് അഭക്താഃ ഖലു തൈഹി കഥം ത്വയി ഭക്തം സമർപ്യതേ. അവിടെ അഭക്താഹ എന്നുള്ളതിന്റെ വിപരീതമായിട്ട് ഭക്തം എന്ന് പറഞ്ഞു. മോളിൽ നമ്മള് അശ്രുതി ശ്രുതി പറഞ്ഞ പോലെ കേട്ടോ. അതൊക്കെ ആ വാക്കുകളുടെ എന്താ പറയാ ഭംഗിയെ കാണിച്ചിരിക്കുകയാണ്. ഇവിടെ ഭക്തം എന്നുള്ള വാക്കിന് അന്നം, ചോറ് എന്നർത്ഥം. ഓദനം, ദീദിവി, ഭക്തം 3 വാക്ക് പഠിച്ചു ഇതിൽ തന്നെ. അപ്പൊ അനാദരാത് ഖിന്നതിയഃ ഖിന്നാധീഹി യേശാന്തേ ഖിന്നതിയഃ എന്ന് ബഹുവീ സമാസമാണ്. ഖിന്നമായ ബുദ്ധിയോടുകൂടിയവരായിട്ട്, സങ്കടപ്പെടുന്നവരായിട്ട്, ബാലകാഹ സമായയുഃ കുട്ടികൾ തിരിച്ചു വന്നു. യജ്വസു ഇദം യുക്തം ഹി യാഗകർമ്മത്തിൽ മാത്രം തൽപരരായിട്ടുള്ള അവരുടെ ഈ പ്രവൃത്തി ഉചിതം. അനാദരവ് കാട്ടുന്നതിന് മുമ്പേ അറിയാം എന്നർത്ഥത്തിൽ. ഹി തേ മഹീസുരാഹ
ക്ഷീരാദ് അഭക്താകലു, അവർ അഭക്തന്മാരാണല്ലോ. തൈഹി കഥം തൈ ഭക്തം സമർപ്യതേ, അവരാൽ അങ്ങക്ക് അന്നം എങ്ങനെ കൊടുക്കപ്പെടും? ദാനവിശേഷമേ അറിയാത്തവര് എങ്ങനെ അങ്ങക്ക് അന്നദാനം ചെയ്യും എന്ന്. അപ്പൊ 3 തരത്തിലാവാം. എങ്ങനെയൊക്കെ വരുന്ന ഒന്നുകൂടെ പറയാം. 3 പ്രാവശ്യം ഹി. അനാദരാത് ഖിന്നതിയഃ ഹി ബാലകാഃ സമായയുഃ യജ്വസു ഇദം യുക്തം ഹി ഹി തേ മഹീസുരാഃ ക്ഷീരാദഭക്താഃ ഖലു തൈഹി കഥം ത്വയി ഭക്തം സമർപ്യതേ. 3 ഹീണ്ട് ശ്ലോകത്തിൽ. ഹീക്ക് വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിലാണ് ഇന്ദ്രവംശ കൂട്ടിക്കുഴച്ച് പറഞ്ഞത്. വംശസ്ഥ വൃത്തം അവസാനത്തെ വരി വന്നപ്പോ ആള് മാറി. പക്ഷെ എല്ലാം വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. എന്താണ് ഭഗവാൻ പറഞ്ഞു? അവര് നിന്നെ നിരാകരിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എന്ന് മനസ്സിൽ കരുതി. അതുകൊണ്ട് പറയാം യജ്വസു ഇദം യുക്തം ഹി. ആ യാഗം ചെയ്യുന്ന കർമ്മതൽപരരായ അവരുടെ കാര്യത്തിൽ ഇത് വളരെ യോജിച്ചതാ. എന്റെ ഈ അനാദരവ് അത് അവർക്ക് പറ്റിയത് തന്നെയാ എന്ന് മനസ്സിൽ കരുതി. എന്നിട്ട് ഇവിടെ പറയണ നിവേദയദ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാഹ ഇതി സ്മിതാർദ്രം ഭവതേലിതാഗതാഃ തേ ദാരകാ ദാരജനം യയാചിരേ. നിവേദയദ്വം ഗൃഹിണീജനായ മാം ദിശേയുഃ അന്നം കരുണാകുലാഃ ഇമാഃ ഇതി സ്മിതാർദ്രം ഭവതാ ഈരിതാഃ ഗദാഃ തേ ദാരകാഃ ദാരജനം യയാചിരേ. ഇവിടെ എന്താ പറഞ്ഞത്? നിവേദയദ്വം, അറിയിക്കുവിൻ. ആരോട്? ഗൃഹിണീജനായ, വീട്ടിലെ ബ്രാഹ്മണരുടെ പത്നിമാരെ ചെന്ന് മാം നിവേദയദ്വം, ഞാൻ വന്നിട്ടുണ്ട് എന്നാണ് അറിയിച്ചാ മതി. മാം നിവേദയദ്വം, എന്നെ അറിയിക്കൂ, എന്നെ പറ്റി പറയുവിന്നാണ്. ആരോട്? ഗൃഹിണീജനായ, വീട്ടിലെ ആ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് പോയിട്ട് എന്നെ കുറിച്ചൊന്ന് പറഞ്ഞോളോ. ദിശേയുഹു അന്നം കരുണാകുലാഹ ഇമാഹ. കരുണാകുലാഹ ഇമാഹ, കാരുണ്യ പരവശകളായ ആ അമ്മമാര്, മാതൃഹൃദയം ഉണ്ടല്ലോ അവർക്ക്. ആ അമ്മമാര് എന്ത് ചെയ്യും? ആരാണവര്? ബ്രാഹ്മണ പത്നിമാരാണല്ലോ. അവർ അന്നം ദിശേയുഹു, അവിടെ അന്നം എന്നടുത്ത വാക്ക് പ്രയോഗിച്ചു കേട്ടോ. ദീദിവി ഓദനം ഭക്തം അന്നം. അന്നം ദിശേയുഹു, അന്നപൂർണേശ്വരികളാണവര്. തീർച്ചയായിട്ടും അന്നം തരും, ഉറപ്പാണ്. ഇതി എന്ന് സ്മിതാർദ്രം, പുഞ്ചിരി തുക്കിക്കൊണ്ട്, ഭവത അങ്ങയാൽ, ഈരിതാഹ പറയപ്പെട്ടപ്പോൾ, ഇങ്ങനെ അവർ പറയപ്പെട്ട സമയത്ത്, തേവാൽ ദാരകാഹ, ആ കൊച്ചു ബാലകന്മാർ, ഗോപകുമാരന്മാർ, ദാരകൻ ബാലകൻ, ആ ദാരകന്മാര് ഗദാഹ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ദാരജനമ്യയാതിരേ. ദാരകാഹ ദാരജനമ്യയാതിരേ. ആ പദങ്ങളുടെ പ്രത്യേകതയാണ്. ദാരകന്മാര്, കൊച്ചു കുട്ടികള്, ദാരജനം, ദാരാം പറഞ്ഞ പത്നി, ദാരജനം ആ പത്നിമാരോട്, ആരുടെ? ബ്രാഹ്മണ പത്നിമാരോട് യയാചിരേ, യാചിച്ചു. കണ്ടോ? ആദ്യം തന്നെ ഇവരുടെ അടുത്തേക്ക് അയച്ചാൽ മതിയല്ലേ, ഭക്ഷണം കിട്ടും. പക്ഷെ ഭഗവാൻ ആരാണ് എങ്ങനെയാണെന്ന് ജനങ്ങളെ കാണിച്ചു തരാൻ, പാഠം പഠിപ്പിക്കാനാണ് ഭഗവാന്റെ ലീലകളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പത്നിമാരുടെ അടുത്ത് പോയി പറയൂ, തീർച്ചയായിട്ടും ഒരു കാരുണ്യമുള്ളവരാണ്, മാതൃഹൃദയമുള്ളവരാണ്, അന്നം തന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലകന്മാര് നേരെ ചെല്ലുകയും ദാരജനം യയാചിരേ, ആ പത്നിമാരാകുന്ന ജനങ്ങളോട്, പത്നിമാരോട്, ബഹുവചനത്തിൽ ദാരജനം എന്ന ഏകവചനം ഉപയോഗിച്ചു, ദാരന്മാരോട്, അതായത് ആ പത്നിമാരോട് യയാചിരേ, യയാചേ യയാചാദേ യയാചിരേ എന്ന് ലിട്ടിലകാരത്തിന്റെ ആത്മനേപതി പ്രഥമ പുരുഷൻ ബഹുവചനം. എന്താണ്? ഗൃഹിണീജനായ മാം നിവേദയത്വം, ഇതാണ് ഭഗവാൻ അറിയിച്ചത്. അവിടെ ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് എന്നെ പറ്റി അറിയിക്കൂ. കരുണാകുലാഹായ്മ, കാരുണ്യ പരവശകളായ ഇവർ, അന്നം ദിശേയു, ഭക്ഷണം തന്നിരിക്കും. ദിശേത് ദിശേതാം ദിശേയുഹു എന്ന് ലിംഗിലകാരം.
ഇതി ഭവത എന്നങ്ങയാൽ സ്മിതാർദ്രമീതിദാഹ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയപ്പെട്ടപ്പോൾ തേ ദാരകാഹ ഗതാഹ ആ കുട്ടികളൊക്കെ പോയി ദാരജനം യയാചിരേ ആ പത്നീജനങ്ങളോട് യാചിച്ചു. അടുത്ത ശ്ലോകത്തില് ഇവര് കേട്ടു കേട്ടില്ല എന്നുള്ളൂ. കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയില്ലേ. ഓടി പുറപ്പെട്ടു. ഭഗവാനെ ഇത്രയും കാലം അവര് കാതുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ കേട്ട് 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 അവരുടെ മനസ്സിലൊരു രൂപമുണ്ട് എന്നല്ലാതെ അവർ ഭഗവാനെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആ മാതാക്കള് വേഗം തന്നെ കൃഷ്ണനെ ഊട്ടാനുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടാണ് പോയത്. നോക്കിക്കോളൂ. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഹ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഹ ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഃ സ്വകൈർനിരുദ്ധാഃ അവിത്തൂർണമായയുഃ. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഃ സ്വകൈഃ നിരുദ്ധാഃ അവിത്തൂർണം ആയയുഃ. ത്വയി ഗൃഹീതനാംനി അങ്ങയുടെ പേര് ഉച്ചരിക്കപ്പെട്ട ഉടനെ, അപ്പൊ ത്വയി ഗൃഹീതനാംനി അങ്ങയുടെ പേര് അങ്ങോട്ട് എടുത്തു പറഞ്ഞ ഉടനെ തന്നെ ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഃ എന്താണ്, കുറെ കാലമായി അങ്ങയെ കുറിച്ച് കേട്ട് 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 മനസ്സില് അങ്ങയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടവരായിരുന്നു ഈ വിപ്രപത്നിമാര്. അതുകൊണ്ട് ചിരം എന്താണ്, ധൃതത്വപ്രവിലോകനാഗ്രഹാഃ അങ്ങയെ ഒന്ന് നന്നായി കാണണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന താഹ ആ വിപ്രപത്നിമാര് സംഭ്രമാകുലാഹ കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല. എടുത്തു കെട്ടി എന്ന് പറയില്ലേ, ഉടനെ സംഭ്രമാകുലാഹ പരിഭ്രമം കൊണ്ടവരായിട്ട് ചതുർവിധം ഭോജരസം പ്രഗൃഹ്യ 4 തരത്തിലുള്ള സദ്യവട്ടമാവാം ഭോജ്യരസം, അല്ലെങ്കിൽ എന്താണ് 4 തരമാണത്രേ ഭക്ഷണം. ഭക്ഷ്യം, ഖാദ്യം, പേയം, ലേഹ്യം എന്ന് 4 എണ്ണം ഉണ്ട്. തിന്നാൻ പറ്റുന്നത്, കുടിക്കാൻ പറ്റുന്നത്, നാക്കിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇടാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്താണ് കടിച്ചു തിന്നാൻ പറ്റുന്നത്. ഇങ്ങനെ പലതരത്തിലാണ് ഭക്ഷണം. ഭക്ഷ്യം, പേയം, ലേഹ്യം, ഖാദ്യം എന്ന് 4 തരമുണ്ട്. 4 കൂട്ടം ചേർത്ത് ഉപ്പേരി വറുത്തതുണ്ട്, അത് കടിച്ചു തിന്നണം ഇല്ലേ. കൂട്ടാങ്കറികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഭക്ഷിക്കാൻ പറ്റും. അതിങ്ങനെ ഭക്ഷ്യമാണ്. ചിലരെങ്ങനെയാണ് പായസവും മറ്റൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് പേയം. ചിലത് തൊട്ട് നാവിൽ വെക്കാനേ പറ്റുള്ളൂ, അങ്ങനെയുള്ളത് ലേഹ്യം. അപ്പൊ ചുരുക്കത്തില് സദ്യവട്ടം തന്നെ അല്ലെ. ചതുർവിധം പറഞ്ഞോളൂ. 4 തരത്തിലെന്ന് പറഞ്ഞ 4 കറികൾ എന്നല്ല, 4 ടൈപ്പ് ഓഫ് ഭക്ഷണം. ആ ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭോജ്യരസം പ്രഗൃഹ്യതാഃ അതും കയ്യിലെടുത്ത് ആ സമയത്ത് പോകാൻ പറപ്പെട്ടപ്പോ വീട്ടുകാര് പച്ചക്കൊടിയൊന്നും കാണിച്ചില്ല. സ്വകൈ നിരുദ്ധാഃ അപി സ്വന്തം ജനങ്ങളാൽ തടയപ്പെട്ടു, പോകരുത് എന്ന് അവര് പറഞ്ഞപ്പോഴും തൂർണമായയുഃ അങ്ങയോട് എത്താനുള്ളതായ ധൃതി കാരണം പൂർണ്ണം ബന്ധപ്പെട്ടുകൊണ്ട് ആയയുഃ വന്നു ചേർന്നു. അവർക്ക് ഭഗവാനെ കാണണം എന്നുള്ളത് ഉള്ളിൽ വല്ലാത്തൊരു ആകാംക്ഷയായി. ആ തള്ളിച്ചേല് വീട്ടിലുള്ളവർ തടഞ്ഞിട്ടും കൂട്ടാക്കാതെ അവരെല്ലാവരും പലതരത്തിലുള്ള ഭക്ഷണങ്ങളും എടുത്തുകൊണ്ട് അങ്ങയെ കാണാൻ വന്നു ചേർന്നു. അതാണ് കാര്യം. എന്താണ്, ത്വയി ഗൃഹീതനാംനി ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഃ താഃ സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ സ്വകൈഃ നിരുദ്ധാഃ അപി തൂർണം ആയയുഃ. ഭഗവാന്റെ പേര് ഇവര് പറഞ്ഞുള്ളൂ. കൃഷ്ണൻ പറഞ്ഞയച്ച് ഞങ്ങൾ വന്നതാണ് മുഴുവൻ പറയാൻ പോലും സമ്മതിച്ചില്ല. പരിഭ്രമം കൊണ്ടതായ വളരെ കാലമായി ഒന്ന് കാണണേ കാണണേ എന്ന് മനസ്സിൽ മോഹിച്ചിരുന്നതായ ആ പത്നിമാർ സദ്യവട്ടം ഒരുക്കിക്കൊണ്ട് ഭർത്താക്കന്മാർ തടഞ്ഞുവെങ്കിലും കൂട്ടാക്കാതെ ബദ്ധപ്പാടോടുകൂടി പോയി ചേർന്നു. ഇതാണ് കാര്യം. ഇവിടെ ഭഗവാന്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ വളരെ കാലമായി ആ ഭഗവാനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ പത്നിമാർ പരിഭ്രമിച്ച് 4 കൂട്ടം വെച്ചിട്ടുള്ളതായ സദ്യവട്ടത്തെയും എടുത്തുകൊണ്ട് ഭർത്താക്കന്മാർ തടഞ്ഞുവെങ്കിലും അത് കൂട്ടാക്കാതെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നു എന്ന്.
ത്വയി ഗൃഹീതനാമ്നി ചിരം ത്വദ് ധൃതത്വപ്രവിലോകനാഗ്രഹാഃ താഃ സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ സ്വകൈഃ നിരുദ്ധാഃ അപി തൂർണം ആയയുഃ. വന്നു ചേർന്നു. ഒരിക്കൽ കൂടെ. ത്വയി ഗൃഹീതനാമ്നി ചിരം ധൃതത്വപ്രവിലോകനാഗ്രഹാഃ താഃ സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ സ്വകൈഃ നിരുദ്ധാഃ അപി തൂർണം ആയയുഃ. തൂർണം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടുകൊണ്ട് ധൃതിയിൽ എന്നർത്ഥം. ഭക്ഷ്യം, ഖാദ്യം, പേയം, ലേഹ്യം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഷഡ്രസങ്ങളിലെ 4 രസങ്ങളെ പറഞ്ഞുള്ളൂ. എന്തൊക്കെ? എരിവ്, പുളി, മധുരം, ഉപ്പ്, ഇതൊക്കെ കലർന്ന ഭക്ഷണം. എങ്ങനെ വേണമെങ്കിൽ പറയാം. ചതുർവിധം ഭോജ്യം, പലതരത്തിലുള്ള പല ടേസ്റ്റിലുള്ള ഭക്ഷണങ്ങളും കൊണ്ട് അവരവിടെ എത്തിച്ചേർന്നു. അവരൊക്കെ അത് കൊണ്ടുവന്ന് താൻ കേട്ട് പരിചയമുള്ള ആ ഓമന കുട്ടന്മാർക്ക് ഭക്ഷണം തങ്ങൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിലാണ് ഈ അമ്മമാര് പുറപ്പെട്ടു വന്നത്. ഭർത്താക്കന്മാർ തടഞ്ഞിട്ടും വകവയ്ക്കാതെ വന്നു ചേർന്നു. അവിടെയാണ് ഭഗവാനെ പ്രാപിക്കണം എന്ന് മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ ബാക്കി തടസ്സങ്ങളൊക്കെ നിസ്സാരമായി പോകും എന്നുള്ള തത്വത്തെ കാണിച്ചു തരികയാണ്. ഇനി അടുത്തത് പറയാണ്, ഇവരെങ്ങനെയാണോ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടുള്ള യശോദമ്മ രാവിലെ ദിവസവും അലങ്കരിച്ച് മയിൽപീലി ചേർത്തി അതുപോലെ തന്നെ കാതില് മകരകുണ്ടലങ്ങളെ അണിഞ്ഞു നിൽക്കുന്ന ഓമനക്കുട്ടന്റെ രൂപമാണ് ഇവർ കേട്ട് മനസ്സിൽ തെരഞ്ഞിട്ടുള്ളത്. ആ രൂപം തന്നെ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. എങ്ങനെ നിന്നു? ആ പ്രവിലോകനാഗ്രഹം കാണണം എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ, അതിനനുസരിച്ച് ഭഗവാൻ നിന്നു കൊടുത്തു എന്നാ. എങ്ങനെ നിന്നു നോക്കൂ. വിലോല പിഞ്ചം ചികുരേ കപോലയോഹോ സമുല്ലസത്കുണ്ടലമാർദ്രം ഈക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. എന്തൊക്കെയാണ്? വിലോല പിഞ്ചം ചികുരേ കപോലയോഹോ സമുല്ലസത്കുണ്ടലം ആർദ്രം ഈക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. താഹ ഭവന്തം സമലോകയന്ത. അവരങ്ങയെ കണ്ടു, അസ്സലായിട്ട് കണ്ടു. സമലോകയൻ, സമ്യക് അവലോകയന്താന്നർത്ഥം. നന്നായി കണ്ടു, കണ്ണു നിറച്ച് കണ്ടു. അവര് അങ്ങയെ കണ്ണു നിറച്ച് കണ്ടു. ഗുരുവായൂരപ്പ എങ്ങനെയുള്ള അങ്ങയെ? ചിക്കുരേ, ചിക്കുരം തലമുടി. ചിക്കുരേ വിലോലപിഞ്ചം. ആ തലമുടിയില് ഒരു മയിൽപീലി വെച്ചിട്ടുണ്ട്. മയിൽപീലി കിടന്ന് ഇളകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വിലോലമാണ്, ചഞ്ചലമായ മയിൽപീലിയോട് കൂടി നിൽക്കുകയാണ്. കപോലയോഹോ, കവിൾത്തടങ്ങ, കണ്ണാടി പോലത്തെ കവിൾത്തടങ്ങളാണ് ഭഗവാന്റെ. ആ കണ്ണാടി പോലെ കവിൾത്തടങ്ങളില് സമുല്ലസത്കുണ്ടലം, മണികുണ്ടലങ്ങളുടെ എന്താ പറയാ പ്രതിബിംബം ആ കവിളിൽ കാണൂത്രേ. ആ മണികുണ്ടലങ്ങളുടെ കാന്തി കവിളിൽ കടന്നു തിളങ്ങാണ്. ആർദ്രം ഈക്ഷിത. ഈക്ഷിതേ നോട്ടമുണ്ടല്ലോ, 2 ഈക്ഷിതം ഈക്ഷിതേ. നോട്ടം ആർദ്രമായിട്ട് അലിവ് കാട്ടുന്ന തൃക്കണ്ണുകളിലെ അലിവ് അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് കരുണാർദ്ര ചിത്തനായിട്ട്. സുഹൃദം സസീമനി. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. ഇവിടെ സുധാമാവായിരിക്കും ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഏത്? നമ്മള് ഗുരുകുലത്തിലുള്ള സുധാമനല്ല, ഈ ഗോപകുമാരന്മാരുടെ ഇടയിൽ ഒരു സുധാമനുണ്ട്. ആ സുധാമനെ എടുത്തുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മള് പ്രലംബപദത്തിന് മുമ്പ് കണ്ടു. ആ സുഹൃത്തായിട്ടുള്ള അംസം തോള്, സുഹൃദംസ സീമനി. ആ ഉറ്റ ചങ്ങാതിയുടെ തോളത്ത് ബാഹും നിധായ, തന്റെ കൈയിട്ട് വെച്ചിരിക്കുക. തോളത്ത് കൈ വെച്ചിരിക്കുകയാണ്. കൂട്ടുകാരന്റെ തോളത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന, സ്ഥിതം നിൽക്കുന്ന, ഭവന്തം അങ്ങയെ താഹാസമലോകയന്ത. ആ വിപ്രപത്നിമാരായ മാതൃഹൃദയങ്ങൾ കണ്ട് സന്തോഷിച്ചു, കണ്ടു എന്നർത്ഥം. അവരെങ്ങനെയുള്ള ഭഗവാനെയാണോ കേട്ട് മനസ്സിൽ ധരിച്ചിരുന്നത്, ആ രൂപത്തിൽ തന്നെ ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. തലമുടിയില് ഇളകുന്നതായ മയിൽപീലിയുള്ളവനും, കവിൾത്തടങ്ങളിൽ കാതിലെ കർണാഭരണങ്ങൾ വെട്ടിത്തിളങ്ങുന്നവയും, കരുണയോലുന്ന ദൃഷ്ടിയോടുകൂടിയവനും, കൂട്ടുകാരന്റെ തോളത്ത് കൈ വെച്ചുകൊണ്ട് നിൽക്കുന്നവനുമായ ആ ഭഗവാനെ, അങ്ങയെ, ഭഗവാനെ എന്ന് പറഞ്ഞില്ല, ഹേ ഗുരുവായൂരപ്പ അങ്ങയെ താഹ സമലോകയന്ത, അവർ നന്നായി കണ്ടുമുട്ടി എന്ന്.
അതായത് സാമലോക എന്താന്നാണ് ഉപസർഗമായിട്ട് പറയാം. ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാനെ കണ്ടങ്ങടെ ആനന്ദ പരവശത്തിൽ എത്തി നല്ലോണം നോക്കിക്കണ്ടു എന്നാണ്. നല്ലോണം നോക്കിക്കണ്ടുമ്പോഴല്ലേ മനസ്സിന്റെ അത് പകർപ്പ് വരുള്ളൂ. ആ ഭഗവാനെ അങ്ങനെ തന്നെ മനസ്സിലേക്ക് അവർ ആകർഷിച്ചു. കണ്ണിൽ കൂടിയാണ് ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് വരുന്നത്. ആ കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു എന്ന് പറയാനാണ് സമലോക എന്താന്ന് പറഞ്ഞത്. ചിക്കുരേ വിലോലപിഞ്ചം കപോലയോഹോ സമുല്ലസകുണ്ടലം ഈക്ഷിതേ ആർദ്രം, അതായത് ദൃഷ്ടികളിൽ അലിവ്, ഈക്ഷിതത്തിൽ ഈക്ഷിതേ നോട്ടത്തില് ആർദ്രം. കണ്ട, ഈക്ഷിതം ഈക്ഷിതേന്ന് എടുക്കണ്ട, ഈക്ഷിതം എന്നുള്ളതിന്റെ സപ്തമി എടുത്താൽ മതി. ഈക്ഷിതേ നോട്ടത്തില് ആർദ്രം അലിവ്. അലിവ് അങ്ങനെ ആ നോട്ടത്തിൽ തന്നെ ഇങ്ങനെ കാരുണ്യം ഒഴുകുകയാണ്. സുഹൃദംസ സീമനി, സുഹൃതിന്റെ തോളത്തിൽ ബാഹും നിധായ കൈവെച്ചുകൊണ്ട് സ്ഥിതം ഏൽക്കുന്നവനുമായ ഭവന്തം അലിയോ ഗുരുവായൂരപ്പ അങ്ങയെ താഹ അവർ സം അലോകയന്ത സമലോകയന്ത സമെന്ന ഉപസർഗത്തിൽ പറഞ്ഞു നല്ലവണ്ണം അങ്ങോട്ട് അസലായിട്ട് നോക്കി കണ്ടു എന്ന്. ആ കണ്ടത് മാത്രമല്ല ആ മനസ്സിലങ്ങോട്ട് പകർത്തിയെടുത്തു ഭഗവാന്റെ രൂപത്തിനെ. ചിക്കുരേ വിലോലപിഞ്ചം കപോലയോഹോ സമുല്ലസകുണ്ടലം ഈക്ഷിതേ ആർദ്രം സുഹൃദംസ സീമനി ബാഹും നിധായ സ്ഥിതം ഭവന്തം താഹ സമലോകയന്ത. ഇങ്ങനെ ഇവരൊക്കെ പോയി. ആ കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണ പത്നി ഉണ്ടായിരുന്നു. മറ്റുള്ളവരെയൊക്കെ തടഞ്ഞാലും കൂട്ടാക്കാതെ ഞങ്ങൾ ഭഗവാനെ കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ള ധൈര്യത്തിൽ പുറപ്പെട്ടു വന്നു. ഒരുത്തി പാവം ഭർത്താവ് കൈ പിടിച്ച് അവിടെ നിർത്തി, പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു നിർത്തി. അവൾക്ക് എന്തുണ്ടായി എന്ന് പറയണേ. തദാചകാജിത് ത്വദുഭാഗമോദ്യത ഗൃഹീതഹസ്തദയിതേന യജ്വന തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യമഹോ ഹൃദിന്യസൗ. തദാച കാചിത് ത്വദുഭാഗമോദ്യത ഗൃഹീതഹസ്ത ദയിതേന യജ്വന തദാ ഏവ സംചിന്യ ഭവന്തം അഞ്ജസ വിവേശ കൈവല്യം അഹോ കൃതിനി അസൗ. അസൗ കൃതിനി എന്ന് പറഞ്ഞ അഹോ അസൗ കൃതിനി. ഭാഗ്യം ഭാഗ്യം ആശ്ചര്യം, അവൾ എത്ര ഭാഗ്യവതി എന്നാണ് പറഞ്ഞത്. എന്താണ് കാര്യം? തദാച അപ്പോഴാകട്ടെ ത്വദുഭാഗമോദ്യത അങ്ങയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടതായ കാച്ചി ഒരു ബ്രാഹ്മണ സ്ത്രീ, ഒരുത്തി, ഏതോ ഒരുത്തി, യജ്വനാ ദൈതേന യാഗനിരതനായ ഭർത്താവിനാൽ ഗൃഹീതഹസ്ത കൈ പിടിച്ചു നിർത്തപ്പെട്ടു. പോകരുത് എന്ന് പറഞ്ഞ് തടസ്സപ്പെടിച്ചു. ആ സമയത്ത് എന്ത് ചെയ്തു? കയ്യിനേലേ പിടിക്കാൻ പറ്റുള്ളൂ. കർമ്മനിരതനായിട്ടുള്ള യജ്വാവാണ്. യാഗത്തിൽ മാത്രം ശ്രദ്ധ ഭക്തിയില്ല. അവനാണ് പിടിച്ചു നിർത്തിയത്. ശാരീരികമായിട്ടുള്ള തടസ്സമല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മാനസിക തടസ്സം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മനസ്സ് എവിടേക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ പോവാം. സംചിന്യ എന്നാ പറഞ്ഞത്. നന്നായിട്ട് ഭഗവത് സ്വരൂപത്തെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളവര് ഏത് പോകലേന്ന് പറയണേ. ചിരം ധൃതത്വത്ര വിലോകനാഗ്രഹ, ഭഗവാനെ മനസ്സിൽ രൂപം കണ്ട് കാണണം കൊതിച്ചൊരു രൂപം ഉണ്ടല്ലോ. ആ സംചിന്യ അങ്ങയുടെ ആ രൂപത്തെ ഭവന്തം അങ്ങയെ സംചിന്യ നല്ലവണ്ണം മനസ്സിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഉടനെ എന്തായി? അഞ്ജസ വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവുമില്ലാതെ കൈവല്യം വിവേശ ഭഗവാനുമായിട്ട് ലയിച്ചു ചേർന്നു, മുക്തിയെ പ്രാപിച്ചു. അഹൗ അസൗ ഹൃദിനി, ആശ്ചര്യം, ഇവൾ ഭാഗ്യവതിയാണ് എന്ന്. ബ്രാഹ്മണ സ്ത്രീകളൊക്കെ പരിഭ്രമത്തോടുകൂടി ഭഗവാനെ കാണാൻ ചതുർവിധം ഭോജ്യരസം ഗൃഹീത്വ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരുത്തി ആ ഭർത്താവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. അവൾ പക്ഷെ ശാരീരികമായിട്ടുള്ള നിരോധമല്ലേ അവൾക്കുണ്ടാകാൻ പറ്റുള്ളൂ. മാനസിക വ്യാപാരത്തിന് കൂടുതൽ ശക്തി ഉണ്ടായതുകൊണ്ട് സംചിന്യ നന്നായിട്ട് ഭഗവത് രൂപത്തെ ധ്യാനിച്ചു. അതോടുകൂടി അവൾ കൈവല്യത്തെ പ്രാപിച്ചു, മോക്ഷത്തെ പ്രാപിച്ചു എന്ന്. അപ്പൊ എവിടേക്കാണ് പ്രാധാന്യം? ചിന്തനയ്ക്കാണ് പ്രാധാന്യം, സംചിന്തനത്തിനാണ് പ്രാധാന്യം, അനുസന്ധാനം ചെയ്യുന്നതിലാണ് പ്രാധാന്യം. ഭഗവാനെ തന്നെ നല്ലവണ്ണം എപ്പോഴും ആരാണോ മനന ചിന്തനം ചെയ്യുന്നത് അവന് ഭക്തി കുറയ്ക്കും. ആ ഭക്തി കൊണ്ടവൻ ജ്ഞാനം നേടും, ജ്ഞാനം കൊണ്ടവൻ മുക്തിയെ പ്രാപിക്കും എന്ന് കാണിച്ചു തരികയാണ്. ഇത്രയും കഴിഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ അവര് കൊണ്ടുവന്ന
ചതുർവിധം ഭോജ്യരസം വളരെ രസമായിട്ട് ഭക്ഷിച്ചു. അതാണ് അവർക്ക് ആവശ്യം, അമ്മമാരെ കൊണ്ടുവന്ന് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ തൊട്ട് തൊട്ട് തലോടാൻ എല്ലാവർക്കും മോഹം, അടുത്ത് മടിയിൽ വെക്കാനൊക്കെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്തു? അവരൊക്കെ എന്ത് ചെയ്തു? ഗൃഹം വിട്ട് ഇറങ്ങിപ്പോന്നവരാണ്. അവരെന്തിനു വേണ്ടി? ഭഗവത് സംഗമത്തിന് വേണ്ടി വീട് പോലും ത്യജിച്ച് ഭർത്താക്കന്മാരെ പോലും ഉപേക്ഷിച്ച് വന്നിട്ടുള്ളവരാണ്. ഇത് കണ്ടപ്പോ ഭഗവാൻ വിചാരിച്ചു, ഇത് ശരിയല്ല. കാരണം താനായിട്ട് ധർമ്മനിരോധം ഉണ്ടാക്കിക്കൂടാ. ധർമ്മം എന്നുള്ളത് അനുഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ്. ഈ പത്നിമാർക്ക്, യാഗം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ധർമ്മപത്നിയായി നിന്ന് കാര്യം നടത്തേണ്ടതാണ്. അതിന് താൻ ധർമ്മസ്യ വക്ത, ഞാൻ ധർമ്മത്തെ പറഞ്ഞിട്ടുള്ള ആളാണ്, ഭഗവാനാണല്ലോ ഈ വേദമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ധർമ്മസ്യ വക്താവായിട്ടുള്ള ഞാൻ അതിനെ അനുമോദിക്കണ്ടേ? താൻ ചെയ്യണം കൊണ്ട് അത് അനുമോദിക്കേണ്ടത് എന്റെ നിർബന്ധമാണ്. അതുകൊണ്ട് എന്നാ ഇതേ സമയത്ത് ആ ഗോപസ്ത്രീകളോട് എന്താ പറഞ്ഞത്? ആദ്യമൊക്കെ പറയും, നീ വരാൻ പോണു, അപ്പോഴും പറയും എന്താണ് വധൂധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മടക്കി അയക്കുകയാണ് ഭഗവാൻ. നോക്കിക്കോളൂ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ത്വദംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാഹ ചകർത്തഭർതൃനവിദാസ്വഗർഹണാൻ. ആദായ ഭോജ്യാനി അനുഗൃഹ്യ താഹ പുനഃ ത്വദംഗസംഗസ്പൃഹയാ ഉജ്ജതീഃ ഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമാഹ ചകർത്ത ഭർതൃൻ അഭി താസു അഗർഹണാൻ. എന്റെ ഭോജ്യാനി ആദായ, അവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നല്ല രസമായിട്ട് എടുത്ത് സ്വാദായിട്ട് ഓരോരിക്കലും ഭക്ഷിക്കുമ്പോഴും അമ്മമാരെ അഭിനന്ദിച്ചു കൊണ്ട് ഭക്ഷിച്ചു. അങ്ങനെ ഭോജ്യാനി ആദായ പുനഃ അനുഗ്രഹ്യ, ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിച്ചു. അവരെങ്ങനെയാ വന്നിട്ടുള്ളത്? ത്വദംഗസംഗസ്പൃഹയ, ഭഗവാന്റെ അംഗസ്പർശത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട്, ഗൃഹമുച്ഛതീഹി, വീടുപേക്ഷിച്ചു വന്നവരാണ് അവര്. അങ്ങനെയുള്ളതായ അവരെ വിലോക്യ, കണ്ടിട്ട് എന്ത് ചെയ്തു? ഇമാഹ, അവരെ യജ്ഞായ വിസർജയന്, യാഗാനുഷ്ഠാന കർമ്മത്തിന് വേണ്ടി നിങ്ങൾ പോയേ പറ്റൂ. ധർമ്മപത്നിയോടുകൂടി യാഗം ചെയ്താലേ യാഗത്തിന് ഫലം കിട്ടൂ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞയച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഇനി ഞങ്ങൾ പോയാൽ വീട്ടിൽ കെറ്റില്ല, കാല് തല്ലി ഓടിക്കും അല്ലെ. അവര് പറഞ്ഞത് കേൾക്കാണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ എന്തായിരിക്കും തരം? അപ്പൊ പറഞ്ഞു, ചകർത്ത, ചെയ്തു. എങ്ങനെയൊക്കെ? ഭർതൃനവിദാസു അഗർഹണാൻ, ഭർത്താക്കന്മാർക്ക് അവരോട് ഗർഹത തോന്നാത്ത, നിന്ദ തോന്നാത്ത പ്രവൃത്തിയില് ആക്കി തീർക്കും. നിങ്ങൾ അവിടെ ചെന്നോളോ, ഭർത്താക്കന്മാർ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും, നിങ്ങളോട് നിന്ദ കാണിക്കില്ല. ഗർഹണം എന്ന് പറഞ്ഞാൽ നിന്ദ, അഗർഹണം എന്ന് പറഞ്ഞാൽ നിന്ദാഭാവം ഇല്ലാത്തത്, നിന്ദാഭാവമില്ലാത്തതാക്കി ചെയ്തു എന്നാണ്. അതായത് ധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ഈശ്വരാർപ്പണമായി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത് തന്നെയാണ് പരമശ്രേയ. പരമശ്രേയസ് അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കല് തന്നെയാണ്. പക്ഷെ ആ ധർമ്മം ഈശ്വരാർപ്പണമായിരിക്കണം. ഈ യജ്ഞം ചെയ്തതൊക്കെ ശരിയാണ് ബ്രാഹ്മണര്, പക്ഷെ യാഗത്തില് ഭക്തി സമന്വിതരായി ഭഗവത് അർപ്പണമായിട്ട് യാഗം ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് ഭക്തി ഉണ്ടെന്ന് സന്ദർശിക്കാം. അവർ അഭക്തരായിട്ടാണ് ചെയ്തത്. നിങ്ങളാണെങ്കിലോ ഭക്തിമതികളായിട്ട് എന്നെ കാണാൻ വന്നു. പക്ഷേ അവിടെ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് കുലവധൂധർമ്മമാണ്, പത്നി ധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങള് തിരിച്ചു പോകുവീൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഞങ്ങൾ പോയാൽ ഭർത്താക്കന്മാർ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞു. താസു അഗർഹണാൻ ചകർത്ത, അവർക്ക് നിന്ദയില്ലാത്തൊരു ഭാവത്തെ അവരുടെ മനസ്സിലുണ്ടാക്കി. അല്ലെങ്കിലും ഉണ്ട്, ഭഗവാനെ കണ്ടു വന്നവരെ ആരാണ് സന്തോഷിക്കാതിരിക്കുക അല്ലെ? സുരുചിയാണ് ധ്രുവനെ നിർബന്ധിച്ച് കാട്ടിലേക്ക് അയച്ചത്, എന്റെ പുത്രനായിട്ട് ജനിക്കണമെങ്കിൽ തപസ് ചെയ്യുന്നു. തപസ്സിന് പോയിട്ട് വരുമ്പോ ആദ്യം ആരാ എതിരേൽക്കാൻ പോയതെന്ന് അറിയോ? സുരുചിയാണ് അത്ര പോയത്. എന്താ കാരണം? ആ ഭഗവാന്റെ അടുത്ത് നിന്നാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ആ ആദരവ് ആരുടെ മനസ്സിലും തോന്നും. ഭഗവത് ദർശനം കിട്ടിയ ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സില് നിന്ദാഭാവത്തിന് സ്ഥാനമേ ഇല്ല. അതുകൊണ്ട് ഈ ബ്രാഹ്മണർ നിന്നെ നിന്ദിക്കില്ല, ഉറപ്പിച്ചു പറഞ്ഞു കൊടുത്തു. അഗർഹണാൻ ചകർത്ത, അവർ നിന്ദയില്ലാത്തവരാക്കി ചെയ്യപ്പെട്ടു. അതുകൊണ്ട് പറഞ്ഞു, ഭോജ്യാനി ആദായ പുനഃ താഹ അനുഗൃഹ്യ
ത്വദംഗ സംഗസ്പൃഹയാ ഗൃഹമുജ്ജതീഹി വിലോക്യ ഇമാഹ യജ്ഞായ വിസർജയൻ ഭർതൃനപി താസു അഗർഹണാൻ ശകർത്ത. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ സ്വാദോടുകൂടി അനുഭവിച്ച് ആ ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ഭഗവാന്റെ ഗുരുവായൂരപ്പ അങ്ങയുടെ അംഗസംസർഗം തേടി വീട് വിട്ടു പോന്നവരാണ് ഈ ബ്രാഹ്മണ സ്ത്രീകൾ എന്ന് അറിഞ്ഞതായ ഭഗവാൻ അങ്ങ് യാഗാനുഷ്ഠാനത്തിന് വേണ്ടി അവരെ തിരിച്ചയച്ചു. ഭർത്താക്കന്മാരെയും ആ സ്ത്രീകളിൽ നിന്ദഭാവമില്ലാത്തവരാക്കി ചെയ്തു. നിങ്ങൾ അവിടെ ചെയ്യുമ്പോ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇങ്ങനെ വന്നു അവര്. ആ ബ്രാഹ്മണർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് നിരൂപ്യദോഷം നിജം അംഗനാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധതത്വൈഃ ത്വമഭിഷ്ടുതോ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. നിരൂപ്യ ദോഷം നിജം അംഗനാജനേ വിലോക്യ ഭക്തിം ച പുനഃ വിചാരിഭിഃ പ്രബുദ്ധതത്വൈഃ ത്വം അഭിഷ്ടുതഃ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. ഗുരുവായൂരപ്പ അങ്ങന്റെ രോഗങ്ങളെ അടക്കിത്തരയണമേ, നിരുന്ധി നിരോധിക്കണമേ എന്നാ പറഞ്ഞത്. എങ്ങനെ? നിരൂപ്യ ദോഷം നിജം, സ്വന്തം ദോഷം കണ്ടറിഞ്ഞു. ആരാലാണ് കണ്ടറിയപ്പെട്ടത്? എപ്പോഴാണ്? ദ്വിജൈഹി പുനർവിചാരിഭിഃ. ബ്രാഹ്മണർ പുനർചിന്തനം ചെയ്തപ്പോൾ തങ്ങളാണ് കുറ്റക്കാരെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. പുനർവിചാരണം ചെയ്ത സമയത്ത് നിജം ദോഷം നിരൂപ്യ, സ്വന്തം ദോഷത്തെ തിരിച്ചറിഞ്ഞവരായി. അപ്പോഴാണ് അവർ നോക്കിയത്, തിളങ്ങിയ പ്രകാശമുഖത്തോടു കൂടി വന്നിരിക്കുകയാണ്, തേജസ്വികളായിട്ട് ഭഗവാനെ കണ്ട തേജസ്സോടുകൂടി വന്നിരിക്കുകയാണ് ആ ബ്രാഹ്മണ പത്നിമാർ. അതുകൊണ്ട് അംഗനാജനെ ഭക്തിം വിലോക്യജ, തന്റെ സ്ത്രീജനങ്ങളിലുള്ള ഭക്തിയെ എന്താണെന്ന് കണ്ടു. കണ്ടപ്പോഴ് പ്രബുദ്ധതത്വൈഹി, പരമാർത്ഥം മനസ്സിലായി. ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്ന് തന്റെ പത്നിമാരെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി. അതോടുകൂടി തന്നെ അവർക്കെന്തായി? പ്രബുദ്ധ തത്വം, പരമാർത്ഥ തത്വം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. തെളിഞ്ഞതോടുകൂടി ത്വം അഭിഷ്ടുതഃ, ഏ ഗുരുവായൂരപ്പ അങ്ങ് അവരാൽ സ്തുതിക്കപ്പെട്ടു. ആരാൽ? ആ ദ്വിജന്മാരാൽ. ദ്വിജന്മാർ പിന്നെ വീണ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അവരാൽ സ്തുതിക്കപ്പെടുന്നതായ മരുത്പുരാധീശ, അങ്ങനെ അവരുടെ മനസ്സിൽ പോലും ഭക്തിഭാവത്തെ നിറച്ച് നിന്ദഭാവത്തെ നിരോധിച്ചതായ ഭഗവാനെ അങ്ങിപ്പ എന്റെ രോഗങ്ങളെ നിരോധിച്ചു തരൂ എന്ന്. അങ്ങ് അവരിലുള്ള ഗർഹണാഭാവത്തെ മാറ്റി, നിന്ദാഭാവത്തെ മാറ്റി അവരിലുള്ളിൽ ഭക്തിഭാവത്തെ വിളയിച്ചെടുക്കാൻ അങ്ങേക്ക് സാധിച്ചില്ലേ? അതുപോലെ ഇപ്പോൾ എന്റെ രോഗത്തെ മാറ്റി എന്നെ ആരോഗ്യമുള്ളവനാക്കി തീർക്കൂ എന്ന് പ്രാർത്ഥന. അതാണ്. ആ ബ്രാഹ്മണർ പിന്നെ വിചാരശീലരായി തങ്ങളുടെ കുറ്റം മനസ്സിലാക്കുകയും ഈ സ്ത്രീകൾക്ക് എന്തൊരു ഭക്തി എന്ന് വ്യക്തമായി തിരിച്ചറിയുകയും പരമാർത്ഥം തെളിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രാഹ്മണരാൽ സ്തുതിക്കപ്പെട്ടല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്റെ രോഗമുക്തിയെ ഉണ്ടാക്കി തരണേ എന്നാണ് പ്രാർത്ഥന. ദ്വിജൈഹി പുനഃ വിചാരിഭിഃ നിജം ദോഷം നിരൂപ്യ അംഗനാജനെ ഭക്തിം വിലോക്യ ച പ്രബുദ്ധതത്വൈഹി ത്വം അഭിഷ്ടുതഃ ഹേ മരുത്പുരാധീശ മേ ഗദാൻ നിരുന്ധി. ഗദം എന്ന് വെച്ചാൽ രോഗം, നിരുന്ധി എന്നുള്ളത് ലോട്ടിലകാരം. ദ്വിജൈഹി പുനഃ വിചാരിഭിഃ നിജം ദോഷം നിരൂപ്യ അംഗനാജനെ ഭക്തിം വിലോക്യ ച പ്രബുദ്ധതത്വൈഹി ത്വം അഭിഷ്ടുതഃ മരുത്പുരാധീശ മേ ഗദാൻ നിരുന്ധി. ബ്രാഹ്മണർ പുനർവിചിന്തനം ചെയ്ത സമയത്ത് തന്റെ ദോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. എന്തായിരുന്നു അവരുടെ ദോഷം? ഭക്തിയില്ലായ്മയാണ് അവരുടെ ദോഷം എന്നവർ തിരിച്ചറിയുകയും ആ കേവലം സ്ത്രീകളിലുള്ളതായ ഭക്തിയെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ പരമാർത്ഥ തത്വം വെളിപ്പെട്ടവരായി അങ്ങയെ സ്തുതിച്ചു. അങ്ങനെ ബ്രാഹ്മണരാൽ സ്തുതിക്കപ്പെട്ടതായ ഗുരുവായൂരപ്പ
അങ്ങന്റെ രോഗങ്ങളെ മാറ്റിത്തരയണമേ. ഇതാണ് പ്രാർത്ഥന. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധ തത്രൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്ധി മേഘാൻ. ഗർഹണ ആയിരുന്നവരല്ലേ, ആ ഗർഹണാഭാവം നീങ്ങിയപ്പോഴാണ് അവർക്ക് ചിന്തനം ചെയ്യാനുള്ള പഴുത് കിട്ടിയത്. ഈ ഭക്തമതികളായ പത്നിമാരെ കണ്ടപ്പോൾ നിന്ദിക്കാനുള്ള ഭാവം അവരുടെ മനസ്സിൽ നിന്ന് പോയി. അങ്ങനെ അവരുടെ നിന്ദാഭാവം ഉള്ളിൽ നിന്ന് പോയപ്പോഴ് പുനർവിചാരണം, തത്വവിചാരം ചെയ്യാൻ മനസ്സിന് ആക്കം കിട്ടി. അപ്പൊ എന്തായി? വസ്തുതകള്, സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി. തത്വബോധം വരെ എത്താൻ അവർക്ക് വഴി തെളിയിച്ചു എന്ന്. ആദ്യം തന്നെ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. നിന്ദാഭാവത്തെ ഒതുക്കിയാലേ ചിന്തയ്ക്ക് വഴി തെളിയുള്ളൂ, അല്ലെങ്കിൽ നിന്ദിച്ചുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭക്തി വരാൻ, തത്വവിചാരം ചെയ്യാൻ ഭക്തമതികളായ വ്യക്തികളെ കാണുമ്പോഴെങ്കിലും നമ്മുടെ മനസ്സില് തോന്നണം. അത് തോന്നി ഈ ദ്വിജന്മാർക്ക് എന്ന് പറയാണ്. തന്റെ പത്നിമാരെ കണ്ടപ്പോഴാണ് തത്വവിചാരം ചെയ്യാൻ തോന്നിയത്. അപ്പോഴാണ് അവർക്ക് പരമാർത്ഥബോധം ഉണ്ടായത്. അതുകൊണ്ട് അവരും എന്ത് ചെയ്തു? ഇവരെക്കാൾ ഉപരി ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള വിപ്രപത്നി അനുഗ്രഹം, മാതാക്കളെ അനുഗ്രഹിച്ചതായ ഭാഗം, ഈ ഭാഗം കൂടി ഇതാണ് 61ാമത്തെ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ്. ഈ വിപ്രപത്നികളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ എന്ന് വൃന്ദാവനത്തിൽ നിന്ന് ദൂരെ പോയത്, അവർക്ക് വിശപ്പുണ്ടാക്കിയതും ഒക്കെ. അടുത്തത് നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഗോവർദ്ധന പൂജയാണ്. വലിയ ശ്ലോകങ്ങൾ നാളെ നമുക്ക് നോക്കാം. ഇത്രയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.